ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കോടതി നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണെന്നും ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഉത്തരവ് തിരിച്ചടിയാണെന്നുമാണ് വിമർശനങ്ങൾ ഉയരുന്നത്. തൃശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളും കോടതി ഉത്തരവിന് പിന്നിലുണ്ടെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. കൂട്ടക്കുരുത്ത് നടന്ന യുദ്ധ ക്യാമ്പുകൾക്ക് സമാനമാണ് കേരളത്തിലെ നാട്ടാനകളുടെ അവസ്ഥയെന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. 2012 നാട്ടാന പരിപാലന ചട്ടങ്ങളും 2015 സുപ്രീം കോടതി ഉത്തരവും നിലനിൽക്കെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതി പുതിയ ഉത്തരവ് പുറത്തിറക്കിയത്. ആനകളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി ഉത്തരവ് പുറത്തിറങ്ങിയതോടെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പൂരപ്രേമികളുടെ നേതൃത്വത്തിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് ആദ്യ പ്രതിഷേധം നടന്നത്. നിയന്ത്രണവും എന്ന് പറയുമ്പോൾ പ്രായോഗികമായ നിയന്ത്രണങ്ങളാണ് എപ്പോഴും നമ്മൾ കൊണ്ടുവരേണ്ടത്. പ്രായോഗികമല്ലാത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ആ നിയന്ത്രണങ്ങളുമായിട്ട് സഹകരിക്കാൻ ദേവസ്വം ബോർഡുകൾക്ക് സാധ്യമല്ല. അപ്പോൾ നിലച്ചു പോകാത്ത നിലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആനകളോട് കാണിക്കേണ്ടതായ എല്ലാ പരിപാലനവും അതിനുവേണ്ട സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പറയുന്ന നിർദ്ദേശങ്ങളിൽ പ്രായോഗികമായ രീതിക്ക് ഇത് മാറ്റണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവായി ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഉത്സവങ്ങളൊക്കെ ഒരു തരത്തിൽ മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ സംഘർഷങ്ങളെയൊക്കെ ലഘൂകരിക്കുന്ന റിലാക്സ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ് ഈ ഉത്സവങ്ങളൊക്കെ എന്ന് പറയാം. ഉത്സവങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ അധികാരിയുടെ ഭാഗത്ത് വന്നാൽ അത് ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാക്കും. അത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എഴുന്നള്ളിപ്പിനെത്തുമ്പോൾ ആനയും ജനങ്ങളും തമ്മിൽ 6 മീറ്റർ ദൂരം പാലിക്കണം. ഒന്നിലേറെ ആനകളുണ്ടെങ്കിൽ പരസ്പരം 3 മീറ്റർ അകലം വേണം. ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ആനകൾക്ക് ചുരുങ്ങിയത് 8 മണിക്കൂർ വിശ്രമം. ആനകളുമായുള്ള യാത്രകൾക്ക് രാത്രികാലങ്ങളിൽ കർശന നിയന്ത്രണം നടപ്പിലാക്കണം തുടങ്ങി ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നത്. ഈ നിയമങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം ഇല്ലാതാക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ നിയമത്തിന് ഇപ്പോഴത്തെ ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതിയിൽ പോയി നമുക്ക് എന്തെങ്കിലും മേടിച്ചില്ലെങ്കിൽ അടുത്ത് വരുന്ന ഈ വേലകൾ വരികയാണ്. ഇപ്പോൾ വേലകൾ വരുമ്പോൾ ആന എഴുന്നള്ളിപ്പ് വരുമ്പോൾ എല്ലാം പെടല്ലോ. ഇപ്പോൾ ആന എഴുന്നള്ളിപ്പ് വരുമ്പോൾ വേലകൾ വരും, ഉത്സവങ്ങൾ വരും, പൂരം വരും. ഇതൊന്നും നടക്കാത്ത സ്ഥിതിയാണ്. എന്ന് വെച്ചാൽ വെടിക്കെട്ടുന്ന് തുടങ്ങി ഇപ്പോൾ ആനയിൽ വന്നു, ഇത് പറയുമ്പോൾ പൂരം തന്നെ നില്ലാത്ത സ്ഥിതി വരും. ഹൈക്കോടതി ഉത്തരവ് അപ്രായോഗികമാണെന്നും കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് നടപ്പിലാക്കാനാവില്ലെന്നുമാണ് പ്രതിഷേധക്കാർ ഒരുപോലെ ആവർത്തിക്കുന്നത്. തൃശൂർ പൂരത്തിന് മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ ആരാധനാലയങ്ങളിലെയും ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും കോടതി ഉത്തരവ് തിരിച്ചടിയാണെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.